എങ്ങനെയുണ്ട് പ്രാഞ്ചേട്ടാ? കൊള്ളാം. എന്താ ആലോചിക്കണേ? ഏയ് പഴയ കാലം ആലോചിച്ചതാ. ഇങ്ങനെ ഓണം വരുമ്പോ നമ്മുടെ പഴയ തലമുറയിലുള്ളവരൊക്കെ അറിയാണ്ട് പുറകോട്ട് പോകും. അന്ന് ആകാശവാണിയിലെ പാട്ടും ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിലെ ഓണക്കളി. മതി മതി മതി, പറഞ്ഞതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഏബിയും ഡേയ്സിയും കേട്ടാലുണ്ടല്ലോ, അവരുടെ ഭാഷയിലേ നമ്മളൊക്കെ പണ്ടത്തോണം നല്ലതും ഇപ്പോഴത്തേക്ക് തല്ലിപ്പൊളിയാണെന്ന് പറയാന്ന് പറയും. ശരിയല്ലേ? ശരി തന്നെ. പക്ഷേ പുതിയ തലമുറക്ക് ഇത് കേൾക്കുമ്പോഴേ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. നീ ഇപ്പൊ ഈ പൂക്കളത്തോടെ സുഖാണോന്നൊന്ന് ചോദിച്ചു നോക്കിയേ. സുഖാണോന്നോ? ഏയ് ഒന്ന് ചോദിച്ചോക്കണേ. സുഖാണോ? ആ, അതിന് വല്ല മാറ്റണ്ടോ? എന്താ പ്രാഞ്ചിയേട്ടാ ഇത്? ഇനി നീ എന്നോട് സൗഖ്യാണോന്നൊന്ന് ചോദിച്ചു നോക്കിയേ. സൗഖ്യാണോന്നോ? അതൊരു തമിഴ് വാക്കല്ലേ? അപ്പൊ അതല്ലേ പറയണേ, അതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളോ? ഓ അങ്ങനെ. പഴയ ഓണം പോലെ തന്നെ പ്രാഞ്ചേട്ടന്റെ കയ്യിലിരിക്കുന്ന തമാശയും പഴയതല്ലേ? അല്ല ആലീസ് എന്താ വരാത്തെ? ആലീസ് വരാത്തന്നെ എന്താ കുഴപ്പം? പ്രാഞ്ചേട്ടന്റെ കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലടേ. വേണ്ട പ്രാഞ്ചേട്ടാ, എത്ര നാളായിരുന്നറിയോ പ്രാഞ്ചേട്ടനെ ഇങ്ങനെ തനിച്ചു കിട്ടിട്ടോ? നമ്മൾ രണ്ടാളും മോനും മാത്രമായുള്ളൊരു ജീവിതം അതെന്തേലും ഉണ്ടാവുമോ പ്രാഞ്ചേട്ടാ? അങ്ങനെ തനിച്ച് ജീവിക്കാനുള്ള സ്വാർത്ഥത കൊണ്ടാണ് ഇങ്ങനെ ഓണം വിഷു ഒക്കെ വരുമ്പോ എല്ലാ ആൾക്കാരും കൂടിയിട്ട് തറവാട്ട് മുറ്റത്തേക്ക് പാലായനം ചെയ്യുന്നത്. പണ്ടത്തെ കൂട്ടുകുടുംബാണ് നല്ലതെന്നും പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ നീ? അതൊക്കെ വെറും ഞമ്പരല്ലേ പ്രാഞ്ചേട്ടാ. തനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ സ്വന്തം എന്ന് പറയാനുള്ളൊരു വീടും. അത് നീ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി വരുമ്പോഴേ തനിച്ച് ജീവിക്കണ കൂട്ടുകാരികളോടൊന്ന് ചോദിച്ചു. സത്യസന്ധമായിട്ട് ഉത്തരം വരണം എന്ന് പറയാ. അപ്പൊ അറിയും കഥ. സൂസേ, ഈ കുന്നംകുളത്തങ്ങാടിയില് പാണങ്ങാട് തറവാട്ടിലെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയുന്ന എനിക്ക്? പിന്നെ ഇവിടെ സ്വർഗല്ലേ സ്വർഗം. സ്വർഗം കണ്ട തിരിച്ചറിയാത്ത നിന്നോടൊക്കെ സംസാരിച്ചിട്ട് എന്തൊരു കാര്യം? എനിക്കറിയാം സ്വർഗം കണ്ടാൽ എന്താന്ന്. എന്ത് പറഞ്ഞാലും അപ്പൊ ഇല്ലാണ്ടായി നോക്കണ ആൾക്കാരാ പറയാ. ആലീസാണെങ്കിൽ എപ്പ തീർന്നറിയത്? എന്തടേ? എന്തോന്ന് പറയാനല്ലോ? ഒന്നുമില്ലേ പ്രാഞ്ചേട്ടാ. പ്രാഞ്ചേട്ടൻ ഇങ്ങനെ അടുത്ത് കിട്ടിയിട്ട് എത്ര കാലായെന്നറിയോ? എന്താ ഞാൻ ഗൾഫിലായിരുന്നു ഇത്ര നാളും? അതല്ല, ഇങ്ങനെ തനിച്ച് രാത്രിയിൽ നിന്റെ അടുത്ത് വന്ന് കിടക്കണ വേറെ ആരെങ്കിലാണോ? അതല്ല പ്രാഞ്ചേട്ടാ, ചേട്ടനും ചേച്ചിയൊന്നും ഇല്ലാതെ നമ്മുടേതായ ലോകത്ത് ഇങ്ങനെ ഇരിക്കണം. എന്താ നീ പറഞ്ഞു വരുന്നു സൂസേ? ഒരു പെണ്ണിന്റെ ആഗ്രഹം എന്താന്ന് പ്രാഞ്ചേട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവക്ക് അവളുടെ ഭർത്താവിന്റെ അടുത്ത് തനിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ ആശ കാണില്ലേ? അതിന് ഈ വീട്ടിൽ എപ്പോഴെങ്കിലും അവസരം ഉണ്ടായിട്ടുണ്ടോ? രാത്രിയിലെ കാര്യം അല്ല പ്രാഞ്ചേട്ടാ, പകല്. പകല് എന്തുട്ടടിപ്പ് ഇങ്ങനെ സംസാരിക്കാനുള്ളത്? പ്രാഞ്ചേട്ടന് ഏത് സമയവും കണക്കും കച്ചവടം മാത്രമല്ലേ ഉള്ളു മനസ്സില്. പ്രണയമൊക്കെ പറ്റിപ്പോയി. എനിക്കൊന്നും മനസ്സിലാവണ്ടല്ലോ കർത്താവേ. പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല പ്രാഞ്ചേട്ടാ. ദാ ഇതുപോലുള്ള അവസരങ്ങളാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്ത് സന്തോഷാന്നറിയോ? ഞാനും പ്രാഞ്ചേട്ടനും മാത്രമുള്ളൊരു ലോകം. വേറെ ആരും ഈ ലോകത്തുണ്ടാവരുത്. എന്തിനാ? വേലൂർക്ക് പോയ മഞ്ചക്കാരൻ ദേവി ഉണ്ടാവില്ലേ? തൃശ്ശൂർക്ക് പോയാ അവിടെ. എന്റെ പ്രാഞ്ചേട്ട അങ്ങനെ ലോകം മുഴുവൻ നശിച്ചിട്ട് നമ്മൾ മാത്രം നന്നായിരിക്കണം എന്നല്ല ആഗ്രഹിക്കുന്നത്. ഇതുപോലൊരു വീട്ടിൽ ഞാനും പ്രാഞ്ചേട്ടനും നമ്മുടെ മോനും മാത്രം. അപ്പൊ ഏട്ടങ്കടിയും കുടുംബോ? അവര് വേറെ വീട്ടില് ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനെയൊക്കെ ഒന്നിച്ചു വന്നാ പോരെ. അപ്പൊ സന്തോഷം പങ്കുവയ്ക്കാം. എന്ത് സുഖാന്നറിയോ പ്രാഞ്ചേട്ടാ അത്? ചേച്ചിയും ചേട്ടനൊക്കെ ഉള്ളപ്പോ എന്താ സുഖക്കുറവ്? ഇതുപോലെ പ്രാഞ്ചേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുമോ എനിക്ക്? മറ്റുള്ളവരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? എനിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയാൽ എന്റെ എല്ലാ സ്നേഹവും ഇതിൽ ഞാൻ വിളമ്പിയിട്ടുണ്ട്. കർത്താവ് ഇത്ര വലിയ മഹാനാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇവിടെ തനിച്ച് താമസിക്കേണ്ട വന്നാലേ
364 ദിവസവും നീ ഇങ്ങനെ സ്നേഹം സാധിച്ചു തരുന്ന ഭക്ഷണം കഴിക്കേണ്ടവരില്ലേ? അല്ല ഇതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല ദിവസേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നാവിന് വല്ല രുചിയുള്ളത് തിന്നണങ്ങി ആരിസേച്ച് വെച്ചിട്ടുണ്ടാക്കണമെന്ന്. സൂസേ ഇവിടെ വാടി. നിങ്ങൾ ഫോൺ ചെയ്തിട്ട് ആജിസേച്ചിയോട് വരാൻ പറ. അതെങ്ങനെയാ? പോണു. അവരുടെ അപ്പന് വയ്യാണ്ട് പോയതല്ലേ? അവരുടെ അപ്പന്റെ അസുഖേ അവരുടെ അപ്പം പ്രാർത്ഥിച്ചങ്ങ് മാറ്റിക്കോളും. നിങ്ങൾ വിളിക്ക്, ഇവിടെ ഞങ്ങൾ പട്ടിണി കിടക്കാന്ന് പറ. അത് ശരി, അപ്പൊ നിനക്കും വായിക്ക് പറ്റിയിട്ടില്ല അല്ലേ? ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞു, നിങ്ങളുടെ കാര്യമാ പറഞ്ഞത്. ഇതൊരു തമാശ പറഞ്ഞല്ലേ, ഇങ്ങനെ കാര്യം പറയുമല്ലെങ്കിൽ. വാ, നീ എന്തുട്ട് കാട്ടുന്ന സൂസ? ഒരു തമാശ പറഞ്ഞിട്ട് നല്ല രുചിയുള്ള ഭക്ഷണല്ലേ ഇത്? നീ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണം രുചിയില്ലാത്തത്? നല്ല കാര്യമുണ്ട്. വാ വാ. കളിയാക്കല് കൂടുതലാ. തമാശ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്താ ചെയ്യ? എന്തേലും ഇതുവരെ ഇട്ട് കഴിഞ്ഞില്ലേ? ഇത് ദിവസം ഇടേണ്ടല്ലേ ഇളയപ്പാ? അല്ലടി, പിന്നെ എന്തൊക്കെയാ ആലീസിന്റെ അപ്പന്റെ കാര്യം എന്തായി? കൗണ്ട് പറഞ്ഞപ്പോഴാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇപ്പൊ കുഴപ്പമില്ല, കുറവുണ്ട്. അപ്പൊ ഇത്തവണ ഓണത്തിന് ആലീസിന്റെ വീട്ടിലായിരിക്കും കുരിയൊക്കെ അല്ലേ? ഹേയ്, അതിനി ഓണത്തിന് 3-4 ദിവസം കൂടി ഇല്ലേ, അപ്പഴത്തേക്കിന് അപ്പന്റെ അസുഖമൊക്കെ മാറിക്കോളും. ആ, ആലീസ് ഇല്ലാണ്ടായപ്പോ നിനക്ക് ഒറ്റയ്ക്ക് ബോറടിക്കില്ലേ? എന്തിന്? അല്ല, എപ്പോഴും ഏണപ്രാവുകളെ പോലെ നടന്നിരുന്നവരല്ലേ നിങ്ങള്? എന്റെ അല്ലേപ്പാ, ജീവിതമാകുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ പറ്റൂ. ഇപ്പൊ ഞങ്ങള് വേറൊരു വീട് വെച്ച് മാറിയെന്ന് കരുതുക, അപ്പോഴും ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. ജീവിച്ചാ കുഴപ്പമില്ല. കൂട്ടുകുടുംബത്തിന്റെ ഒരു സുഖം, അതൊരു സുഖം തന്നെ മോളെ. അതും നേരാ. ഈ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം മറ്റൊരു കൂട്ടുകുടുംബത്തിൽ നിന്ന് കിട്ടില്ല അല്ലേപ്പാ. എന്താ കാരണം? അല്ല, ഈ സാധാരണ മരുമക്കളുമായിട്ട് വഴക്കടിക്കുന്ന ഒരു നാരായ വേരുണ്ടല്ലോ, അത് ഈ കൂട്ടുകുടുംബത്തിലില്ല. മനസ്സിലായില്ല? അമ്മായിയമ്മ ഇല്ലാന്ന്. ഫ്രാഞ്ചിന്റെ അമ്മയില്ലേ, എന്റെ ചേർത്താര്, ഈ ഇന്ത്യയിലില്ല ഇതേമാതിരി പാവം പെണ്ണ്. പാവമൊക്കെ ആയിരിക്കാം, പക്ഷെ എത്ര വലിയ പാവമാണെങ്കിലേ മരുമക്കളെ കണ്ടാ ചില അമ്മായിമ്മമാർക്കൊന്ന് കൊത്താൻ തോന്നും. മരുമക്കാവട്ടെ ആ 10 നോക്കി തിരിച്ചൊന്ന് തല്ലാനും തോന്നും. അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ കുടുംബത്തെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, ഞാനും അലീസേച്ചും കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ആയതുകൊണ്ടേ സമാധാനത്തോടും ഒത്തൊരുമയോടും കൂടിയാ ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. അറിയോ ഇളയപ്പന്? അതിപ്പോ കെട്ടിയമാര് നന്നായാലേ നിങ്ങൾ പെണ്ണുങ്ങളും നന്നാവും. എപ്പോഴും തല്ലുകൂടി തല പൊളിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിലേ വെള്ളടിച്ചിട്ട് പാതരയ്ക്ക് ആണുങ്ങൾ വരിക. പിന്നൊരു സംശയം, ഇങ്ങോട്ട് നോക്ക്, ആലീസും കുരുവിയും പോയ പിന്നെ ഇവിടെ വെപ്പും കുടിയൊന്നും ഇല്ലേ? ഒരു ചുരുമണൊന്നും കേൾക്കാനില്ല. ഓണക്കാലം അല്ലേ ഇളയപ്പാ, പച്ചക്കറി മാത്രം ഇവിടെ വെക്കൂ. ആരടി ഓണത്തിന് പച്ചക്കറി വെക്കുക? അതാ തിരുവോണത്തിന് മാത്രമേ തിന്നുള്ളടി. പിന്നെ എന്തുകൊണ്ട് തേങ്ങ അറിഞ്ഞിട്ടാ നീ ഈ പച്ചക്കറി വെക്കേണ്ട കാര്യം പറയണേ? വെറുതെ ഉപ്പില്ലാണ്ട് ചാവാനാ? ഉപ്പില്ലാണ്ട് ചാവാനോ? ഇളയപ്പന് എന്തൊക്കെയാ ഈ പറയുന്നേ? ഈ വരുന്ന പച്ചക്കറി മുഴുവനും വിഷം അടിച്ചിട്ടേ വരണേ. ഓ, അങ്ങനെ അങ്ങനെ പറയാണെങ്കിലേ നമ്മൾ ഈ വാങ്ങിക്കണ കോഴിയില്ലേ, അതിനകത്തൊക്കെ എന്തോരം മരുന്ന് അടിച്ചു. അത് വെറുതെ പറയണതല്ലേ. നീ വലുതും വെച്ചുണ്ടാക്കിണ്ടെങ്കിൽ താടിയപ്പാ കോഴിയില്ല. വേശിന്നിട്ട് കുടലിട്ട് ഒരു കാര്യം, വേശിന്നിട്ട് പാടില്ലേ? സുമിത്രയോ? വാ. സൂസേ, പ്രാഞ്ചിണ്ടാ? പ്രാഞ്ചിനും കടയിൽ പോയിടി.
രണ്ടു ദിവസം കടയിൽ പോണ്ടെന്ന് നിനക്ക് പറയായിരുന്നില്ലേ? ഇവിടെ നിന്നിട്ട് എന്ത് സാധിക്കാനാ സുമിത്രേ? അത് ശരി, രണ്ടാൾക്കും സ്വകാര്യമായിട്ട് വീട്ടിലങ്ങനെ സുഖമായിട്ടിരിക്കാൻ പറ്റിയ സമയല്ലേടി? അങ്ങനെയൊക്കെ തന്നെയാ ഞാനും കരുതിയത്. പക്ഷെ ഒരു രസവും കിട്ടണില്ലടി. അതെന്താ? പ്രാഞ്ചി തീരെ റൊമാൻറ്റിക് അല്ലേ? റൊമാൻറ്റിക് ഒക്കെ തന്നെയാ. പക്ഷെ നമ്മുടെ ഈ ജീവിതം ഉണ്ടല്ലോ, അത് സിനിമ കാണുന്ന പോലെയൊന്നും അല്ല. അവരഭിനയിക്കുകയല്ലേ, നമ്മള് ജീവിക്കുകയും. എപ്പോഴും ഈ പാട്ടും പാടി മരം ചുറ്റി നടക്കാനൊക്കെ പറ്റുമോ? ബോറടിക്കൂടി. പിന്നെ എന്നാലും ഭർത്താവിനോട് തനിച്ച് സംസാരിച്ചിരിക്കാൻ. എന്റെ സുമിത്രേ, നമ്മള് കയ്യിലുള്ളതിന്റെ വില എന്തെന്നറിയാതെ മറ്റെന്തോ തേടി പോന്നവരാണെന്ന് ഈ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ പഠിച്ചു. ആലീസ് ചേച്ചി ഇല്ലാത്തോണ്ടേ ഞാൻ അനുഭവിക്കുന്ന വേദന എന്തെന്ന് അറിയോ നിനക്ക്? എന്തുട്ട്? ജീവനുണ്ടെങ്കില് ഇനി ഞങ്ങൾ വേറെ വീട് വെച്ച് മാറില്ലാന്ന് ശപഥം ചെയ്തിരിക്കുക ഞാൻ. ഈ ഒറ്റപ്പെടുന്നതിന്റെ വേദനയുണ്ടല്ലോ, അതിലും വലിയൊരു നരകമില്ല മോളെ. അപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരോ ഒരാഴ്ച കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് ശീലാവും. അങ്ങനെ ഒരു ശീലം ഞങ്ങക്ക് വേണ്ട സുമിത്രേ. കാര്യം ഞങ്ങള് ഇടയ്ക്ക് ചില കാര്യങ്ങളിൽ തർക്കിക്കും വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യും. പക്ഷെ ചേച്ചിയെ കാണാതെ എനിക്ക് എന്തോ പോലെയാ. ഞങ്ങൾ അന്ന് ചേച്ചിയുടെ അപ്പനെ കാണാൻ വേണ്ടി പോയപ്പോഴേ ചേച്ചിയൊന്നും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. കുമ്പളങ്ങി പോവാനാണെങ്കിൽ പ്രാഞ്ചിനോട്ട് നേരെ ഉണ്ടായില്ല. അപ്പൊ സത്യം പറയാൻ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. ഒരാഴ്ചയോ? ഇന്നേക്ക് 8 ദിവസമായി. 8 വർഷം പോലെയാടി സുമിത്രയെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കണ്ടേ? എന്റെ സുമിത്രയെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സ്നേഹത്തോടെ നമ്മൾ ഒരിത്തിരി കഞ്ഞോളം മുക്കി കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് എന്തിനാ വേറെ വിഭവം? നന്നായിട്ട് എന്ത് വെച്ചു കൊടുത്താലും പ്രാഞ്ചേട്ടനത് മതി. സത്യം പറഞ്ഞ ആലീസ് ചേച്ചി വെച്ചു കൊടുക്കണേ പ്രാഞ്ചേട്ടന് ഇഷ്ടം. ഈ പ്രാഞ്ചി അങ്ങനെ പറഞ്ഞോ? അതെന്തായാലും സുസെ നല്ല വർത്താനല്ലോ. എന്റെ സുമിത്രയെ, നിനക്കൊരു കാര്യം അറിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാ എനിക്കും അതടി ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്നേന്നും ഒരു വകയ്ക്കും കൊള്ളില്ലെന്ന് ഇന്നലെ കൂടി എബി പറഞ്ഞേ ഉള്ളൂ. തനിച്ചായപ്പോ ഉള്ള മാനും പോയില്ലേ? ഹേയ്, അതിലെനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം എന്താണെന്നറിയോ, ആലീസ് ചേച്ചി എനിക്ക് കുരുവേട്ടന്റെ ഭാര്യ മാത്രമല്ല, എന്റെ സ്വന്തം ചേച്ചി കൂടിയാ. ഒന്ന് വന്നാ മതിയായിരുന്നു പെട്ടെന്ന്. ഒറ്റയ്ക്ക് ബോർ. സുസെ, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഏയ്, എന്തടി നീ ഇങ്ങനെ? പോവാണോ? ചായ കുടിച്ചിട്ട് പോടി. ആലീസ് ചേച്ചി ഇവിടെ? അവള് 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന്. പോയിട്ട് ഇപ്പൊ 3-4 ദിവസം ആയില്ലേ? അപ്പന്റെ അസുഖമൊക്കെ കുറഞ്ഞില്ലേ? ഹേയ്, ഒന്നുമില്ല. ഏതായാലും പോയതല്ലേ. പിന്നെ ഓണത്തിന് അവിടെ നിക്കാനാ തീരുമാനം. അവിടെ നിക്കാനോ? ആ, ഞാനും അങ്ങോട്ട് പോവും ഓണത്തിന്. അല്ല, അപ്പൊ ഇവിടെ ആരാ? ഇവിടെ പ്രാഞ്ചി എബിയൊക്കെ ഇല്ലേ, പിന്നെന്താ? അല്ല, ആലീസ് ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരണോന്ന്? ഇല്ല. എന്തേ? സൂസേ, ഞങ്ങൾ എന്തായാലും ചെറിയൊരു സ്ഥലം നോക്കണ്ടല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ വീട് വെച്ച് അങ്ങോട്ട് മാറും. പെട്ടെന്ന് ഞങ്ങൾ താമസം മാറുമ്പോൾ വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കണമെന്ന് പ്രാഞ്ചിയാ പറഞ്ഞേ. പ്രാഞ്ചേട്ടൻ അങ്ങനെ പലതും പറയും. കുരുവേട്ടനെ അതൊക്കെ കേട്ടത്തുള്ളാ നിക്കണേ. എന്തേ? എന്താ പറ്റിയേ? കുരുവേട്ടനെ മൊബൈൽ ഇങ്ങനെ തന്നെ. എന്തിന്? ആ മൊബൈൽ ഇങ്ങടുത്താ. ആലീസ് ചേച്ചി ഇങ്ങോട്ട് വരാൻ ഉദ്ദേശമില്ലേ? ഇല്ലെങ്കിൽ അത് പറ. ഞാൻ എന്തിനാ ഇങ്ങനെ വെറുതെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കണേ? എന്താ കാര്യമെന്നോ? അതെ, സാധാരണ അപ്പനും അമ്മയ്ക്കൊക്കെ അസുഖം വരാറുള്ളത് പതിവ് തന്നെയാ. എന്റെ അപ്പനും പനി വരാറില്ലേ എന്ന് വെച്ച് 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ വേലൂര് പോയി നിൽക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? ആലീസ് ചേച്ചി ഇവിടെ തനിച്ചാണെന്നുള്ള ചിന്ത കൊണ്ടാ. അങ്ങനെ വല്ല ചിന്ത നിങ്ങൾക്ക് എന്നെ കുറിച്ചുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഒരാഴ്ച കൂടി നിക്കട്ടെ. ഇങ്ങോട്ട് വാഴണ്ട നിങ്ങള്. വാഴണ്ട, പോ അവിടുന്ന്. പോ, പോവാൻ പോ. വേണ്ട. ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചൊരു എന്താ സ്നേഹം? പോ അവിടുന്ന്. എന്നോട് എന്തിനാ ഇതെല്ലാം കാണിക്കണേ? ഇവൻ പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം ചെയ്തേ? അത് ശരി. എടി, വേണ്ട. നിക്കാൻ. സൂസ തമാശ. എടി, നീ എന്താ കാണിക്കുന്നെ? എടി. അല്ല, ഈ ചെണ്ടമല്ലി ഇത്ര അത് ഇവിടെയാ? അത് ദേ അവിടെ 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 വെക്കൊന്ന്. അവിടേക്ക്
അതെടുത്താ അതിന്റെ അപ്പുറത്തിട്ടേ. ആ അപ്പൊ ശരി. അത് fill ചെയ്യാം, അത് fill ചെയ്യാം. ആ ഇന്നൊന്നും അതിന്റെ ഇടയിൽ വെക്കണ്ട, അവിടെ വെക്കാം. അപ്പൊ അവിടെ വേണ്ടേ? അതിപ്പോ റെഡിയാ. കുരുവിട്ട് വെറുതെ ഏറാവണ്ടിന്റെ അവിടെ തുണി വെച്ചൻ വെച്ചൻ പെണ്ണുങ്ങൾ വെച്ചോളും പെണ്ണുങ്ങൾ അതൊക്കെ ഞങ്ങളുടെ പിന്നെ ഏരിയ അവിടെ അത് വെച്ചിട്ട് തുടങ്ങാം. കോലം കണ്ടാ മതി. ഇതിന്റെ വലുപ്പം എന്റെ അതിന്റെ വലുപ്പം ഒരുപോലെ. മനുഷ്യ, കുരുവിയേട്ടാ, ഒന്നും മിണ്ടാണ്ടിരി. നീ ഒന്നും മിണ്ടായിരുന്നേരി. പിന്നെ അങ്ങനൊന്നല്ല, എല്ലാവരും ഒരു കലുണ്ട്, കല. കുരുവിയേട്ടാ, ഒന്നും മിണ്ടാണ്ടിരി. കലയല്ല ദേ ഇങ്ങോട്ടൊന്ന് മാറി. ദേ ഈ ചെണ്ടുമല്ലി അതിന്റെ നടുക്കിൽ വെച്ചാല്. ആ നടുക്കിലൊന്നും അത് കടിക്കാൻ പറ്റില്ല. ആ ചോമ്പിങ് എടുത്ത് ചേച്ചി. പിന്നെ അതിലും നല്ലത് ഇതാ, ഈ കളർ ഇതാ നല്ലത് ഇവിടെ. ഡി സൂസേ, ഇനി പറ, ഈ കൂട്ടുകുടുംബാണോ നല്ലത് അതോ തനിച്ചുള്ള ജീവിതമാണോ എന്നാ. നല്ലത്? ആ എന്റെ പ്രാഞ്ചേട്ടാ, ഈ സന്തോഷം അനുഭവിക്കുന്നവരാരും തനിച്ച് ജീവിക്കാൻ കൊതിക്കില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെന്ന് കേട്ടിട്ടില്ലേ? പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും കഴിയണ വീട്ടിലെ എന്നും ഓണം തന്നെയാ. പ്രത്യേകിച്ച് പാണങ്ങാടൻ തറവാട്. അതന്നെ. എന്നാടി ഇതാണ്. നാണം വന്നു, നാണം വന്നു. ഓണം വിളിക്കാറിയോടോ പ്രാഞ്ചിയാണക്ക്? എന്തേ? ഓണം വിളിക്കാറിയോ? ഏ? ഓണം വിളിക്കാൻ എന്ത്? അർപ്പോ ആ. ഇറോ, ഇറോ, ഇറോ. അർപ്പോ ഇറോ, ഇറോ, ഇറോ. അർപ്പോ ഇറോ, ഇറോ, ഇറോ. ഒരു രക്ഷയില്ല മോളെ, ഇറങ്ങ മോളെ. മതി മതി, എനിക്കും ഓടണം. മതി ആടിയത്. നീ അളയമൊന്ന് ആടണ്ടേ. ഞാനിനി ആടാൻ പോണത്. മാറി മാറി, ഞാൻ തന്നെ ആടിക്കോളാട്ടാ. അതിപ്പോ പൊട്ടൂട്ടാ. ചേച്ചി അടിക്കോ, ചേച്ചി അടിക്കോ. 1 20 അയ്യോ, 10 10 അല്ല, നിങ്ങളിവിടെ ഊഞ്ഞാലാടി കളിക്കേ? ഊണ് കഴിക്കണ്ടേ? എന്റെ പ്രാഞ്ചേട്ടാ, കുറച്ച് നേരത്തെ അല്ലേ പായസം കുടിച്ചത്. അതിന് ഞങ്ങൾക്ക് വേണ്ടൊന്നും കുടിക്കാൻ നിങ്ങൾ ഞങ്ങൾ അനുഭവിക്കില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ആണുങ്ങൾ മാത്രമായിട്ട് വേറെ സന്തോഷിക്കണ്ട. കേട്ടില്ലടാ, ഈ ഇളം വരെ വാക്കാണ് വാക്ക്. ഓ, ഈ പറയണ ആളെ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയാം. ഞാൻ വല്ല വള്ളംകളിന്റെ ഒന്ന് നോക്കാൻ പോയതാ. വള്ളം കളി നോക്കാനല്ല, വെള്ളം കളി നോക്കാൻ. ഓ നിന്നെ ഇത് പോണത്തല്ല ഔട്ട് ഇവിടെ. ഡി സൂസ വിശക്കണോടി. അപ്പ മാവേലി എന്താ ഓണായിട്ട് വരാത്ത? എടാ പൊട്ടാ മാവേലി എന്ന് പറയുന്നൊരു മിത്താണ്. ഓ ആ മിത്തൊക്കെ ആണെങ്കിലും സ്നേഹവും സന്തോഷവും ഒക്കെ ഉള്ളിടത്ത് അദ്ദേഹം എത്തും. അയ്യോ, അപ്പൊ ഇവിടെ എത്തൂലേ? അല്ല, എത്തൂലേന്ന് ചോദിച്ചതാ. ആ, ശരി. ശാന്തിയും സമാധാനം ഉള്ളോടത്ത് കള്ളവും ചതിയും വഞ്ചന ഇല്ലെങ്കിൽ അവിടെ മാവേലി. ആദ്യം പോയി ചോറ് വിളമ്പ്. അപ്പൊ സൂസ ചോറ് നിനക്ക് പറ്റില്ലേ? പോയി എടുത്തു വെക്കടി. അല്ല, ഈ ഊഞ്ഞാല ഞാൻ അരിഞ്ഞു കളയൂട്ടാ. രാവിലെ തുടങ്ങിയതാ ഇതിന്റെ മുകളിൽ ആടൽ. നിങ്ങളല്ലാതെ പൂഞ്ഞാലൊന്നും കിട്ടിത്തരാറില്ലല്ലോ, ഒരു ഓണത്തിലല്ലേ ഉള്ളൂ. ഇന്ന് കറികൾ കുറെ വിളമ്പാണ്ട് നേരം കുറെ എടുക്കും. ചെല്ല് ഈ പ്രാഞ്ചേട്ടൻ്റെ ഒരു കാര്യം. ഇളയപ്പാ, വാ. നടക്ക്. ആയോ പോവാ. ആ എവിടേക്കാ പോണ്? തന്നെ നീ അങ്ങോട്ട് വന്നേരെ. അങ്ങോട്ട് നടക്കാൻ. ആയ, ആ. എവിടേക്കാ പോണ? ഇങ്ങോട്ട് ആ, വാ. നിങ്ങൾ ആ, ചെല്ലടാ, നോക്കാം, ചെല്ലടാ. ആ, നിങ്ങൾ ഇവിടേക്ക് നോക്കാം, പോയാട്. വരാം, പൊക്കോ. വാ, വാ, വാ. ഇങ്ങോട്ട് വരാൻ എത്ര നേരം ഞങ്ങളൊക്കെ നോക്കിയിരിക്കണു. വാന്ന് കയ്യായിട്ട് വാ. ഇന്ന് ഇവിടുന്ന് കഴിക്കാൻ കുഴപ്പമില്ല. വാ. ഒന്ന് മാറി നേരെ. നമസ്കാരം. എന്താ ഇവിടെ? എല്ലാവർക്കും സുഖല്ലേ? അതേ തമ്പുരാനെ. ഉം. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി
എല്ലാവരും ഊഞ്ഞാലാടുന്ന കളികളിൽ കിടക്കാട്ടോ.